നമ്മളെ പരിചയപ്പെടുത്തുന്നത്. ഞങ്ങൾക്ക് ആരും പരിചയപ്പെടുത്തി തന്നില്ല സർ. പിന്നെ നീ സ്വയം പരിചയപ്പെട്ടാണോ? അലക്സ്, ഹരിക്കും രാജീവിനും ഒക്കെ ഒരു അബദ്ധം പറ്റി. നിങ്ങളുടെ പ്രായത്തിൽ ആർക്ക് സംഭവിക്കാവുന്ന ഒരു തെറ്റ് നിങ്ങൾക്കും ഇല്ല സർ. ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയിട്ടില്ല. ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങൾ നിരപരാധികളാണ്. നിങ്ങൾ മറ്റാരെയോ രക്ഷിക്കാൻ വേണ്ടി അലക്സേ, ഇവനോടല്ല ലവനോട് ചോദിക്കും. ലവൻ പറയും കാര്യങ്ങൾ. പറയടാ, ഇവനെ നീ എവിടെ വെച്ചാ പരിചയപ്പെട്ടത്? എത്ര രൂപ തന്നു? എന്നാ വകയിലാ കാശ് തന്നത്? പറയടാ, പറയാ. ഇയാൾ എന്നെ മുറിയിൽ വെച്ച് പരിചയപ്പെട്ടായിരുന്നു. എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടിയെ പരിചയപ്പെടുത്തി കൊടുത്ത എനിക്ക് 5000 രൂപ തരാന്ന് പറഞ്ഞു. എന്നിട്ട് പരിചയപ്പെടുത്തി കൊടുത്തോ? പറഞ്ഞ രൂപ തന്നോ? ഇല്ല, അതിന്റെ പേരിലാണ് ഞാൻ പ്രശ്നം ഉണ്ടാക്കിയത്. കള്ളം പറഞ്ഞോടാ. മതി മതി മതി. താനിങ്ങൊന്നേ പറയട്ടെ. ഇരിക്കെ. താൻ ചെന്ന ടോമിയെ കൂട്ടിട്ട് വാ. സാർ, ഇയാളുടെ മകൻ ടോമി പ്രശ്നമുണ്ടായ ദിവസം പകൽ സമയം മുഴുവൻ RTO ഓഫീസിൽ നടന്ന ബസ് ഓണേഴ്സിന്റെ യോഗത്തിൽ പങ്കെടുത്തിരുന്നതായി പറയുന്നുണ്ടല്ലോ. ഇത് RTO ഓഫീസിലെ രജിസ്റ്ററാ. പിന്നെ എങ്ങനെയാണോ ഈ കേസിന്റെ പേര് ടോമി അറസ്റ്റ് ചെയ്യുന്നത്? പെൺകുട്ടി ആദ്യം പറഞ്ഞ പേര് ടോമിയുടെയാണ് സർ. എടോ, അത് ഇവിടെ പോലുള്ള എണ്ണം കട്ടോളുമാര് പിടിക്കുമ്പോ പുളിങ്കൊമ്പിലെ പിടിക്കൂ. പോയാ ഒരു വാക്ക് കിട്ടിയാ നല്ലൊരു തുക. താൻ അവനെ അങ്ങ് വിട് സാർ. അത് താൻ പറയുന്ന കേട്ടാ മതി. ഈ പെണ്ണല്ലാതെ മറ്റാരെങ്കിലും ഇവന്റെ പേര് പറയുന്നുണ്ടോ? തെളിവുകൾ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ എന്തിന്റെ പേരിലാണ് ഇവനെ അറസ്റ്റ് ചെയ്യുന്നത്? ഇയാളെങ്ങ് വിട്. ഇതിന്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ ഏറ്റു. ഇരട്ടിപ്പാറയെന്ന് പിന്നെ നീ ആ പെണ്ണിനെ അങ്ങോട്ട് എങ്ങോട്ടാടാ പോയത്? സത്യമേ പറയാവൂ. കള്ളം പറഞ്ഞ നിന്നെ കൊന്നി അതിനകത്ത് കെട്ടിത്തൂക്കും. എങ്ങോട്ടാടാ പോയത്? കോട്ടയത്തിന്. അവിടെ വെച്ച ഞാൻ രാജമ്മ ചേച്ചിയെ പരിചയപ്പെട്ടത്. സിഗ്നല് കൊള്ളാലോ. പരിചയമില്ലാത്ത സ്ഥലല്ലേ ചേച്ചി? മോളുടെ പേരെന്താ? രമണി. രമണി. സുന്ദരി കുട്ടിയാ. രാജമ്മ ചേച്ചി എന്റെ അമ്മ വഴി ഒരു ബന്ധുക്കാരിയാ. എന്നാ വേണമെന്നറിയാതെ കറങ്ങി നിൽക്കുമ്പോഴാ ചേച്ചിയെ കണ്ടത്. ഭാഗ്യം. ഒന്ന് പോടാ. അങ്ങനെ മുള്ളിയപ്പ തെറിച്ചപ്പോ എന്തോന്നും അല്ല മോളെ. എവന്റെ അമ്മേ എന്റെ അമ്മായിയാ. എന്നാ പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടായപ്പോ ഇതിനെയും കൂട്ടി നേരെ വീട്ടിലോട്ട് വന്നാ പോരായിരുന്നോ? ഇത് കാശത്രയാ വെറുതെ ഹോട്ടലുകാർക്ക് കൊടുത്തത്. എത്ര ദിവസമായി നിങ്ങൾ അവിടുന്ന് മുങ്ങിയിട്ട്? ഇന്നേക്കിപ്പോ 5 ദിവസമായി. ഏതായാലും വന്നത് വന്നു. ഇനി അതോർത്ത് തെണ്ണം കൊണ്ടിട്ട് ഒരു കാര്യമില്ല. അതെ അതെ. ഒന്നുമില്ലേലും ഇത്രയും പഠിപ്പുള്ള കൊച്ചല്ലേ. ഒരു ജോലിയൊക്കെ നമുക്ക് ഒപ്പിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. എനിക്ക് കുറച്ച് സാറുമാരെയൊക്കെ പരിചയമുണ്ട്. അവരെ മുട്ടിച്ചു തരാം. എന്നാ എല്ലാം കെട്ടിപ്പറക്ക്. നമുക്ക് എന്റെ വീട്ടിൽ പോവാം. എന്താ? എവനൊക്കെ
റൂം നമ്പർ 23 സർവേ ചെയ്ത് നിന്നിട്ട് ബാക്കിയുള്ള ഒരു പൊറോട്ട് മാറിയതേ. തന്റെ പേരെന്താ? വർഗീസ് ജോസഫ്. വർഗീസ്, ഈ ഇരിക്കുന്ന പെൺകുട്ടി അറിയോ? അറിയും. എങ്ങനെ, മുമ്പ് പരിചയമുണ്ടോ? ഇല്ല, ഇവിടെ താമസിക്കാൻ വന്നപ്പോൾ കണ്ടുള്ള പരിചയമാണ്. ഈ കുട്ടിയുടെ മുറിയിൽ സർവിങ്ങിനായി എത്ര വട്ടം പോയിട്ടുണ്ടാവും താൻ? അത് കൃത്യമായിട്ട് പറയാൻ ധാരാളം വട്ടം പോയിട്ടുണ്ട് സാർ. അവിടെ വന്ന ഗസ്റ്റുകൾ എത്ര പേരുണ്ടാവും ഏകദേശം? അതൊത്തിരി പേര് വന്നു പോയി സാർ. എങ്ങനെ വന്നിട്ട് ഉടനെ അങ്ങ് പോവുകയാണ്? ഈ വരുന്ന ഗസ്റ്റുകൾക്ക് എന്താണ് വർഗീസ് സാധാരണ സെർവ് ചെയ്യാറുള്ളത്? ചിലർ ലിക്കർ ഓർഡർ ചെയ്യും, ചിലർ ബിയർ, ചിലർ സോഫ്റ്റ് ഡ്രിങ്ക്സ്. ടിപ്പ് തരാറുണ്ടോ ഇവരൊക്കെ? ഉവ്വ്. ഏറ്റവും കൂടുതൽ ടിപ്പ് തന്ന ആരാ? അത് കോലഞ്ചേരിയിൽ നിന്ന് വന്ന അഗസ്റ്റിൻ സാറാ. വക്കീലാന്നാ പറഞ്ഞേ. മൂപ്പര് 3000 2000 ഒക്കെ തന്നിട്ടുണ്ട് പലവട്ടം. ഈ അഗസ്റ്റിൻ വക്കീല് എത്ര വട്ടം വന്നു പോയി? 3-4 വട്ടം വന്നതായിട്ട് ഓർക്കുന്നുണ്ട്. അപ്പോ അഗസ്റ്റിൻ വക്കീലിന്റെ കയ്യിൽ നിന്ന് തന്നെ കാശിത്തിരി ഉണ്ടാക്കി അല്ലേ? ഇതിലാരാ സ്വാമിനാഥൻ? ഞാനാണ് സർ. സ്വാമിനാഥന്റെ പേരിൽ ചില കംപ്ലൈന്റുകളൊക്കെ മാനേജർക്ക് കിട്ടിയിട്ടുണ്ടല്ലോ സ്വാമിനാഥ. എന്താണ് സ്വാമിനാഥന്റെ പേരിലുള്ള കംപ്ലൈന്റ്? എടോ, തൻ്റെ പേരിൽ ഇവിടെ താമസിച്ചിരുന്ന ഗസ്റ്റുകളിൽ ഒരാൾ ഒരു കംപ്ലൈന്റ് കൊടുത്തിരുന്നു. അതെന്താണെന്നാണ് ചോദിച്ചത്. അത് ചോദ്യം മനസ്സിലായില്ലേ? ക്ലോസ് ചെയ്ത മുറിയിലേക്ക് ഒളിഞ്ഞു നോക്കി. ആ എന്നിട്ട് സ്വാമിനാഥൻ എന്താണ് കണ്ടത്? അത് ആരായിരുന്നു അപ്പൊ മുറിയിൽ ഉണ്ടായിരുന്നത്? പേരറിയില്ല സർ. അവിടെ അപ്പൊ എന്താ നടന്നോണ്ടിരുന്നത്? പറയുന്നോ അതോ ഞാൻ പറയിക്കണം? ആവുന്ന സാറും ഈ കൊച്ചും കൂടി പറയടാ. ആദ്യം സാർ ഈ കൊച്ചിന്റെ കൈ പിടിച്ച് മടിയിലിരുത്തി. ബാക്കി എന്നെ മോളെ കൊണ്ട് പറയിപ്പിക്കാം സാർ. ഒളിഞ്ഞു നോക്കി കണ്ട അയാളെക്കാൾ വിസ്തരിച്ച് അവൾക്ക് പറയാൻ പറ്റും. ഏയ് മിസ്റ്റർ, ഇത് കേസ് അന്വേഷണത്തിന്റെ ഒരു ഭാഗമാണ്. ഈ നടന്നു എന്ന് പറയുന്നത് സത്യമാണോ എന്ന് ഞങ്ങൾ കൂടെ ബോധ്യപ്പെടണമല്ലോ. അല്ലാതെ അവരുണ്ടായിരുന്നു ഇവരുണ്ടായിരുന്നു ഒക്കെ പറഞ്ഞ കണ്ണടച്ച് വിശ്വസിക്കാൻ ഞങ്ങളെന്താ മണ്ടന്മാരോ? കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് കണ്ണിക്കണ്ട പത്രക്കാരെയും ടി വിക്കാരൊക്കെ വിശ്വസിച്ചിട്ടിരിക്കുക ഞാനും എൻ്റെ മോളും. ഈ ഇരിക്കുന്ന പെൺകുട്ടി എൻ്റെ മോളാണ് സാർ, എൻ്റെ ചോരയെ പറഞ്ഞ മോള്. ലിസമ്മ സാമൂൽ ഒരു ചതിയിൽപ്പെട്ടിരിക്കുകയാണെന്നും ജീവിതം താറുമാറായിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലായിട്ടും 40 ദിവസക്കാലം ഈ റാക്കറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? വീട്ടിലെ സാഹചര്യങ്ങളെക്കാൾ സേഫ് ഇതാണെന്ന് തോന്നിയിട്ടുണ്ടാവും അല്ലേ? ലിസമ്മ ഒരു വട്ടമെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടോ?
സർവശക്തനും നിത്യനും നീതിമാനുമായ സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു. മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവുമാകുന്നു. സാമുവേലിനും ലില്ലിക്കുട്ടിക്കും അവിടുന്ന് ദാനമായി നൽകിയ ലിസമ്മ എന്ന ഈ കുഞ്ഞിനെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സർക്കാർ നീതി പാലിക്കുക. മുഖ്യമന്ത്രി നീതി പാലിക്കുക. ധർമ്മവേദി സിന്ദാബാദ്. ധർമ്മവേദി സിന്ദാബാദ്. സർക്കാർ നീതി പാലിക്കുക. മുഖ്യമന്ത്രി നീതി പാലിക്കുക. മുഖ്യമന്ത്രി. എനിക്കും എൻ്റെ മോക്കും പരാതിയൊന്നുമില്ല സർ. സംഭവിച്ചെല്ലാം വിധിയാണെന്ന് കരുതി ഞങ്ങൾ സമാധാനിച്ചോളാം. തെളിവെടുപ്പെന്നും പറഞ്ഞ് എൻ്റെ മോളെ നാടായ നാട് മുഴുവൻ നടത്തി. എൻ്റെ മോളിൽ നിന്ന് നാട്ടുകാർക്കൊരു കാഴ്ച വസ്തുവാണ് സാർ. കേസും കോടതിയൊന്നും വേണ്ട, ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. ഞങ്ങൾക്ക് നീതി വേണ്ട സാർ. ഞങ്ങൾക്ക് ഈ പോലീസിന്റെ നീതി വേണ്ട. ഞാനങ്ങനെ കാല് പിടിക്കാം. ക്ഷമിക്കണം സർ, സാമൂല് വിഷമം കൊണ്ട് പറഞ്ഞു പോയത്. ക്ഷമിക്കണം. ഈ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഏമാനോട് എന്നെ വന്നൊന്ന് കാണാൻ പറയണം. ഇന്നെ വേണം. യെസ് സർ. എടോ, കോടതിയും നിയമവും പോലീസും ഒക്കെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലെത്തുന്ന ആൾ ഒന്നല്ലെങ്കിൽ പ്രതി അല്ലെങ്കിൽ സാക്ഷി. ഈ പ്രതിക്കും സാക്ഷിക്കും അപ്പുറത്തായി ചോരയും നീരുമുള്ള മനുഷ്യരാണ് അവരെ. അവരുടെ വികാരങ്ങൾ കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അത് ഒരു നിയമവശത്തിലും ഉണ്ടാവില്ല. ആ മനുഷ്യൻ എൻ്റെ മുന്നിലിരുന്ന് പൊട്ടിക്കരഞ്ഞു. അയാളെ തകർത്ത് കളഞ്ഞത് മകൾക്കുണ്ടായ ദുരന്തമല്ല, നിങ്ങളുടെ തെളിവെടുപ്പെന്ന നാടകമാണ്. ആരാൻ്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല രസമാണ് അല്ലേടോ? ആദ്യം വന്ന വാർത്തകളിലൊക്കെ ഒരു ബസ് ഓണറുടെ മകൻ്റെ പേരുണ്ടായിരുന്നല്ലോ. പിന്നീട് എങ്ങനെ അവൻ പെട്ടെന്ന് അപ്രത്യക്ഷനായി? പെൺകുട്ടി ഇത് പറഞ്ഞിരുന്നു സർ. പക്ഷേ മാർച്ച് 4-ാം തീയതി രാവിലെ 10 മണി മുതൽ രാത്രി 7 മണി വരെ ഈ പറഞ്ഞ ബസ് ഓണറിന്റെ മകൻ ടോമിച്ചൻ ഇടുക്കി RTO ഓഫീസിൽ നടന്ന പ്രൈവറ്റ് ബസ് ഓണേഴ്സിന്റെ യോഗത്തിൽ പങ്കെടുത്തിരുന്ന രേഖകളുണ്ട് സർ. സ്ഥല MLA അത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒരേ സമയത്ത് ഒരാൾക്ക് 2 സ്ഥലത്ത് എങ്ങനെ പ്രസന്റ് ആകാൻ പറ്റി എന്ന കൺഫ്യൂഷനിലാണ് സർ ഞങ്ങൾ പോലീസുകാർ. മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിച്ച കാലത്ത് ഈ നാട്ടിൽ RTO ഓഫീസുകൾ ഉണ്ടായിരുന്നടോ? ഇല്ലായിരിക്കും. ഉണ്ടായിരുന്നെങ്കിൽ ഗോഡ്സെ ഇതുപോലെ ബസ് ഓണേഴ്സിന്റെ യോഗത്തിൽ പങ്കെടുത്ത് നമ്മുടെ ചരിത്രം തിരുത്തിയേനെ. അല്ലടോ തോമസേ? തോമസിന് ഇനി എത്ര കൊല്ലത്തെ സർവീസ് ഉണ്ട്? 5 വർഷം. തെളിവെടുപ്പ് നാടകം ഇനി വേണ്ട. മറ്റന്നാൾ ഞാൻ കോട്ടയത്ത് വരുമ്പോൾ ഈ കേസിന്റെ മുഴുവൻ ഡീറ്റെയിൽസും എനിക്ക് കിട്ടണം. സർ. അതെ, താൻ ചെറുപ്പിച്ചതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ബസ് ഓണറുടെ മകൻ ടോമിച്ചൻ എൻ്റെ ബന്ധുവാണ്. ഞങ്ങളെ പുളിയാങ്കുന്ന് കുടുംബക്കാരാ. അവൻ തന്നെ പെണ്ണിനെ കൊണ്ട് മുങ്ങിയത്. പക്ഷെ അവനെ തൊടാൻ തനിക്കെന്നല്ല ദേവേന്ദ്രനോ കൊച്ചുവപ്പൂന് പോലും പറ്റില്ല. മനസ്സിലായി?